कोई सी हमें कोई सी हमें भी हम जो आया बिना गड़ा मैनू कहना हुंदा सी मैं സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്രിവ്യൂ വീഡിയോ കണ്ട പോലെ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ ഗ്ലോ എഫക്റ്റ് എങ്ങനെ നമ്മുടെ വീഡിയോസിന് ആഡ് ചെയ്യാനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് ക്യാപ്കട്ട് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്ത് VPN കൂടി കണക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്റത്തിലെ ക്യാപ്കട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്യാപ്കട്ട് ഓപ്പൺ ചെയ്ത് എനിക്ക് വേണ്ട ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് ഞാനൊരു എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്ന പാട്ടൊന്നും കാണിക്കുന്നില്ല, ആ ഒരു എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ട വീഡിയോസിൽ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം എഫക്ട്സിലേക്ക് പോവുക. എഫക്ട്സിൽ ട്രെൻഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫ്ലാഷ് വൈബ്രേഷൻ എന്നൊരു എഫക്റ്റ് കാണാൻ കഴിയും. ജസ്റ്റ് അത് ആഡ് ചെയ്യാം. ഇനി ട്രെൻഡിങ്ങിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നൈറ്റ് ക്ലബ്ബ് എന്നുള്ള എഫക്റ്റിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നൈറ്റ് ക്ലബ്ബ് എന്നുള്ള എഫക്റ്റ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് രണ്ടാമത്തെ തന്നെ ഓപ്ഷൻ ഉണ്ട് ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോ എത്രത്തോളം ലെങ്ത്തിനനുസരിച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഡ്രാഗ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എഫക്ട്സിൻ്റെ സെറ്റിങ്സ് കാണാൻ കഴിയും. അവിടെ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് 100ലേക്ക് ആക്കുക. അതുപോലെ തന്നെ കളർ എന്നുള്ളത് 50ലേക്ക് കൊടുക്കുക. അതുപോലെ സ്പീഡ് എന്നുള്ളത് ഫുള്ള് 0 ആയി കൊടുക്കുക. ബാക്കിയുള്ള റേഞ്ചും ഗ്ലോവും നിങ്ങൾ ഓരോ വീഡിയോനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് വീഡിയോയിൽ സ്കൈ എവിടെയാണുള്ളത് അല്ലെങ്കിൽ ലൈറ്റ് ഏത് ഭാഗത്താണോ കാണിക്കേണ്ടത് എന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും ഗ്ലോവും റേഞ്ച് ഉള്ളത്. അപ്പോൾ നിങ്ങളെ വീഡിയോനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലോ വേണ്ട സ്ഥലത്ത് ഗ്ലോ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ സ്ക്രീനിൽ ചെയ്യുന്ന നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ ഗ്ലോ കൂട്ടുമ്പോൾ റേഞ്ച് കൂടുമ്പം അത് സ്കൈൻ്റെ ഭാഗത്തെല്ലാം കളേഴ്സ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളെ വീഡിയോനനുസരിച്ചിട്ട് നിങ്ങൾ ഗ്ലോവും റേഞ്ചും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം നിങ്ങൾ ക്ലിപ്പ് വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് കട്ട് ചെയ്ത് ഓരോ സ്ഥലത്തും വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കാണിക്കുന്നതാണ്. എനിക്ക് ഈ ഒരു സ്ഥലത്ത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റും അതുപോലെ ഗ്ലോയിങ് റേഞ്ച് മാറ്റണം. അപ്പോൾ ജസ്റ്റ് ഗ്ലോയിങ് റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു വീഡിയോ ക്ലിപ്പിനനുസരിച്ചിട്ട് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത ക്ലിപ്പ് എടുത്തതിന് ശേഷം അതിന് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഗൈസ്.